ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കാം. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ ഒരു 4 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 സവാള കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. ഇവിടെ ചെറിയ സവാള ആയതുകൊണ്ട് 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലുതാണെങ്കിലും 3 സവാള മതിയാകും. അപ്പോൾ ഇത് നന്നായി കട്ടാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് കുറച്ച് നേരം വേവിക്കേണ്ടത്. സവാള ഒന്ന് വഴഞ്ഞ് വരുന്നത് വരെ, നന്നായിട്ട് ഒന്ന് വാടി വരുന്നത് വരെ ഇത് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഞാനിവിടെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മക്കൾക്കും കൂടി കൊടുക്കാനായതുകൊണ്ട് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് സവാള. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കും. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ടാക്കിയത്, ഒരു തക്കാളി കട്ടാക്കിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് ഇളക്കി ഈ ടൊമാറ്റോയൊക്കെ നന്നായി മാഷായി വരുന്നത് വരെ വേവിക്കുക. കുറച്ചിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി അടച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ മാഷായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മക്കൾക്ക് വലിയ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ മക്കൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വലിയ ജീരകം പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ചിടുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഈ ചിക്കനിലൊക്കെ ഈ മസാല പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇതൊന്നിങ്ങനെ ഇളക്കിയിട്ട് നല്ലപോലെ ചിക്കനിൽ പിടിക്കുന്നവരെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ജസ്റ്റ്. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ആവശ്യത്തിന് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം അത് ഇളക്കി യോജിപ്പിച്ചിട്ട്
അതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. കാരണം ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളം ഒഴിക്കാണ്ട് അടച്ച് വെക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. ഇനിയിപ്പോൾ തുറന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അത് തുറന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാടല്ല, കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് എത്ര ഗ്രേവിയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പം വീണ്ടും ചിക്കനിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്ക് ചിക്കനിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ ഇങ്ങനെ ഒന്ന് വറ്റിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ ഇതേ കണ്ടോ, വെള്ളം അതിൽ നിന്ന് നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്. ഈ ലാസ്റ്റ് ഇങ്ങനെ തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ആ ഒരു കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇന്ന് മല്ലിയിലയാണ് ഞാൻ കറിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈര് ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടി അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.